കണ്ണൂർ സിറ്റിയിലാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ഇവിടെ നോമ്പ് തുറേൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റാളുകൾ തുറന്നിട്ടുണ്ട്. ഒരു മിനി ഫുഡ് ഫെസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. ഓരോ സ്റ്റാളിലും വെറൈറ്റി ഐറ്റംസ് ആണ് വെച്ചിട്ടുള്ളത്. ചിക്കനാണ് കേട്ടോ മെയിൻ. ചിക്കൻ കബാബ്, ചിക്കൻ ടിക്ക, ചിക്കൻ മുഗളായി, ചിക്കൻ ചാർക്കോൾ, അങ്ങനെ ഒരുപാട് ചിക്കൻ ഐറ്റംസ് ആണ്. അതിൻ്റെ കൂടെ അതായത് ചിക്കൻ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് പത്തിരി, പത്തൽ എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ വേറെ ഐറ്റംസ് ഉണ്ട്. നോമ്പ് തുറയെല്ലാം കഴിഞ്ഞ് രാത്രി ഒരു 7:30 ആ ടൈം ആകുമ്പോൾ ഇവിടെ ആൾക്കാർ വരാൻ തുടങ്ങും. അപ്പോൾ ചേട്ടന്മാരെന്ത് ചെയ്യും, നമ്മളിങ്ങനെ വിളിക്കാൻ തുടങ്ങും ഓരോ സ്റ്റാളുകളിലേക്കും അവരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു കോമ്പറ്റീഷൻ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. കൂടുതൽ അട്രാക്റ്റീവ് ആക്കാനായി ലൈറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഓരോ സ്റ്റാളുകളിലും ഉണ്ട്. നൈറ്റ് ഫാമിലിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും കൂടെയൊക്കെ വരുന്നവർക്ക് ഇവിടുത്തെ വൈബ് പൊളിയായിരിക്കും. ഇപ്പോൾ ഏകദേശം എല്ലായിടത്തും ഫേമസ് ആയിട്ടുള്ളതാണ് ചെരണ്ടി ഐസ്. അതിൽ മാംഗോ, സ്ട്രോബെറി അങ്ങനെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സാണ് അവർ യൂസ് ചെയ്യുന്നത്. ഐസ് ഇങ്ങനെ ചിരണ്ടിയിട്ട് അതിലേക്ക് ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തിട്ട് അതിലേക്ക് കസ്കസ്, പിന്നെ അതിൻ്റെ ഫ്ലേവർ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് ചെരണ്ടി ഐസ് ഉണ്ടാക്കുന്നത്. വയനാടൻ കാട എന്ന് പറയുന്ന സംഭവം നമ്മുടെ വയനാട്ടിലുള്ള കാടയാണ്. നമ്മൾ സാധാരണ കോഴിക്കാട എന്ന് പറയും. അതുപോലെ നമ്മൾ മസാല ചേർത്തിട്ട്, ഔഷധ ഗുണങ്ങളുള്ള മസാല ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടാണിത്. പൊട്ടിത്തെറിച്ച കബാബ് ആൻഡ് ലുബാബ്, അതാണ് നമ്മൾ തൂക്കിയിട്ടിരിക്കുന്നത്. അപ്പോഴാണ് ഞാൻ കാവാന്ന് കേട്ടത്. അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് കഴിക്കുന്ന എന്തോ സാധനമായിരുന്നു. പക്ഷെ അത് കഴിക്കുന്ന സാധനമായിരുന്നില്ല. അറബിക് സ്റ്റൈൽ കോഫി പോലത്തെ സാധനമാണ്. ഇതിലെ എല്ലാ ആയുർവേദിക്കിലെ എല്ലാ സാധനങ്ങളും വരും. നമ്മളിത് കുടിച്ചാൽ നമുക്ക് തൊണ്ടയിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. മിക്ക സ്റ്റാളുകളിൽ കോമൺ ആയിട്ടുള്ളത് ചിക്കൻ മുഗളായി ആണ്. 21 മസാലക്കൂട്ടുകൾ ചേർത്തിട്ടാണ് ചിക്കൻ മുഗളായി ഉണ്ടാക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. ഓരോ സ്റ്റാളുകളിലും വേറെ വേറെ ടേസ്റ്റ് ആയിരിക്കും. സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് ചിക്കൻ മുഗളായി. കണ്ടയിൽ വെച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവത്തിലാണ്. ഇത് തറവാടിന്റെ സെറ്റപ്പിലാണ് ഇപ്പൊ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കുറെ വെറൈറ്റി ആയിട്ടുള്ള, അതായത് ഒരുപാട് റൂമുകളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഓരോന്നിലും കുറെ ആൾക്കാർ ഇരുന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. വെറൈറ്റി ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുവരെ കാണാത്തൊരു സംഭവമാണ് പിന്നെ കണ്ടത്. ഐസിന്റെ ഒരു വലിയ റോള്. ഇത് നമ്മളെ ഫ്രൂട്ട്സും പാലും മാത്രം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന റോളർ ഐസ്ക്രീം, നാച്ചുറൽ ഫ്രൂട്ട് ഐസ്ക്രീം. ഈ നോൺ വെജ് ഐറ്റംസിന്റെ എല്ലാം കൂട്ടത്തിൽ മിക്ക ആൾക്കാർക്കും ഇഷ്ടമുള്ള ഒരു സാധനം കൂടിയുണ്ട്. അതാണ് ഉപ്പിലിട്ടത്. കൈതച്ചക്ക, മാങ്ങ, ക്യാരറ്റ്, ചൗച്ചോ, അങ്ങനെ വെറൈറ്റി സാധനങ്ങൾ ഉപ്പിലിട്ടത് ഇവിടെ ഓരോ ഭരണിയിൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും നല്ല തകൃതിയായിട്ടാണ് ഇവിടുത്തെ കച്ചവടം നടക്കുന്നുണ്ട് എന്നാണ് കാണുമ്പോൾ തന്നെ തിരിയുന്നത്. കണ്ണാടിക്കൂട്ടിൻ്റെ ഉള്ളിൽ നല്ല മസാലയൊക്കെ പുരട്ടി വെച്ച ഡ്രൈ ഫ്രൈഡ് ചിക്കൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കാണുമ്പോൾ തന്നെ ശരിക്കും ഏത് തിന്നണം എന്നുള്ള കൺഫ്യൂഷനിലാണുള്ളത്. ആളുകളെ കൂടുതൽ ആകർഷിക്കാൻ വേണ്ടി ഇവിടെ ബീഫും ചിക്കനും കൂടാണ്ട് കുറേ വെജിറ്റബിൾസിൻ്റെ കട്ടിങ്സൊക്കെ കൂടി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ടേബിളിൻ്റെ മുകളിൽ. പിന്നെ പത്തിരിയും ചിക്കനും പൊറോട്ടയും ബീഫും തമ്മിലുള്ള കോമ്പിനേഷൻ ഒന്നും പറയണ്ടല്ലോ. പത്തിരിയും ചിക്കനും ബീഫും പൊറോട്ടയിലെ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുന്നുണ്ട്. പിന്നെ ഒരേ ടൈം ഒരുപാട് പേർക്ക് ആസ്വദിച്ച് ഫുഡ് കഴിക്കാനുള്ള സൗകര്യം ഓരോ സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട് ഇവർ. നോമ്പ് കഴിയുന്നത് വരെ ഈ ഫുഡ് ഫെസ്റ്റ് ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പൊ കണ്ണൂരിൽ തന്നെ ഉള്ളവരാണെങ്കിൽ എന്തായാലും മിസ് ചെയ്യാണ്ട് ഇവിടെ വന്ന് നോക്കുക. അടിപൊളി എക്സ്പീരിയൻസ് ആണ്, നല്ല വൈബാണ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോക്കായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.